നമസ്കാരം. മഹാരാഷ്ട്രയെ ഒന്നടങ്കം നടുക്കിയ യുവ വ്യവസായി കേതൻ അഗർവാളിന്റെ കൊലപാതക കേസിൽ പ്രതിശ്രുത വധു സിയ ഗോയലിനെയും കാമുകൻ ചേതൻ ചൗധരിയെയും കുറിച്ചുള്ള അതിശയിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേതനെ ലോഹഗഡ് കോട്ടയിലെ അഗാധമായ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുന്നതിന് മുൻപ് സിയ കേതനിൽ നിന്നും പലപ്പോഴായി 1 കോടിയോളം രൂപ കൈക്കലാക്കിയിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. വസ്ത്രങ്ങളും മറ്റ് ആഭരണങ്ങളും വാങ്ങാനെന്ന വ്യാജേനയാണ് സിയ കേതനിൽ നിന്നും ഇത്രയും വലിയ തുക തട്ടിയെടുത്തത്. തുടർന്ന് ഈ തുക മുഴുവൻ തന്റെ കാമുകനായി ചേതന് കൈമാറുകയായിരുന്നു. ചേതന്റെ കരിയറും ബിസിനസ്സും മെച്ചപ്പെടുത്തുന്നതിനായിട്ടാണ് കേതന്റെ പണം ഇവർ വിനിയോഗിച്ചത്. 3 വർഷത്തിനുള്ളിൽ താൻ സാമ്പത്തികമായി വലിയ നിലയിൽ എത്തിച്ചേരുമെന്നും അതിനുശേഷം സിയയുടെ കുടുംബത്തെ കണ്ട് വിവാഹത്തിന് സമ്മതം വാങ്ങുമെന്നുമായിരുന്നു ചേതൻ നൽകിയ ഉറപ്പ്. കേതൻ കൊല്ലപ്പെട്ട ഏതാനും മാസങ്ങൾക്ക് ശേഷം സിയയുടെ വീട്ടുകാരെ സമീപിച്ച് വിവാഹം ഉറപ്പിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. അന്വേഷണം പുരോഗമിക്കവേ ഫെബ്രുവരിയിൽ നടന്ന വിവാഹ നിശ്ചയത്തിന് തൊട്ടു മുൻപ് സിയയും കാമുകൻ ചേതനും ഒരു സൗഹൃദ സംഘത്തോടൊപ്പം ഉദയ്പൂരിലേക്ക് ഉല്ലാസയാത്ര പോയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഇവിടെ 20 ദിവസങ്ങളോളം ഒരുമിച്ച് ചെലവഴിച്ചിരുന്നു. ഉദയ്പൂരിൽ വെച്ച് തന്നെയാണോ കേതനെ ഇല്ലാതാക്കാനുള്ള ആദ്യ ഗൂഢാലോചന നടന്നതെന്ന കാര്യവും പോലീസ് അതീവ ഗൗരവത്തോടെ അന്വേഷിക്കുന്നുണ്ട്. ഇരുവരുടെയും യാത്രാരേഖകളും മറ്റ് സാങ്കേതിക ശാസ്ത്രീയ തെളിവുകളും ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞു. പോലീസിന്റെ കടുത്ത ചോദ്യം ചെയ്യലിൽ കേതനെ വിവാഹം കഴിക്കാൻ തനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നുവെന്ന് സിയ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. കേതനെ വകവരുത്തിയാൽ കുറഞ്ഞത് 3 വർഷത്തേക്കെങ്കിലും വീട്ടുകാരുടെ വശത്തു നിന്നും വിവാഹത്തിനായുള്ള സമ്മർദ്ദം ഉണ്ടാകില്ലെന്നും ആ സമയം കൊണ്ട് ചേതന്റെ സാമ്പത്തിക നില ഭദ്രമാക്കി അയാളെ വിവാഹം കഴിക്കുമെന്നായിരുന്നു സിയുടെ കണക്കുകൂട്ടൽ. ഈ ദാരുണമായ കൊലപാതകത്തിന്റെ FIR വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ സിയുടെ അസ്വാഭാവികമായ പെരുമാറ്റത്തെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. കേതനും സിയയും പൂനെയ്ക്ക് സമീപമുള്ള ലോഹഗഡ് കോട്ടയിലേക്ക് പോകുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ സിയ വളരെ അസ്വാഭാവികമായാണ് പെരുമാറിയിരുന്നത്. സിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും തന്നോട് വഴക്കിടുകയും ബഹളം വെക്കുകയും ചെയ്യുന്നതായി കേതൻ തന്റെ പിതാവ് വിശാൽ അഗർവാളിനോട് മുൻപ് പറഞ്ഞിരുന്നു. ജൂൺ 4 തന്നെ ലോഹഗഡ് കോട്ട കാണാൻ പോകണമെന്ന് സിയ നിർബന്ധം പിടിച്ചിരുന്നെങ്കിലും കേതന്റെ അമ്മ അതിന് അനുവാദം നൽകാത്തതിനുള്ള യാത്ര മുടങ്ങിയിരുന്നു. ഇത് ചൊല്ലി ഇരുവരും തമ്മിൽ കടുത്ത തർക്കമുണ്ടായി. പിന്നീട് ജൂൺ 17 രാത്രി സിയ വീണ്ടും കേതനെ വാട്സപ്പിൽ വിളിക്കുകയും തന്റെ ജന്മദിനം ആഘോഷിക്കാൻ കോട്ടയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അമ്മ സമ്മതിക്കില്ലെന്ന് കേതൻ വ്യക്തമാക്കിയതോടെ സിയ നേരിട്ട് കേതന്റെ അമ്മ രാഖി അഗർവാളിനെ ഫോണിൽ വിളിച്ച് നിർബന്ധപൂർവ്വം സമ്മതം വാങ്ങിക്കുകയായിരുന്നു. തുടർന്ന് ജൂൺ 18 രാവിലെ പൂനെ മുംബൈ ദേശീയപാതയിലെ കിവാലയ പാലത്തിൽ നിന്നും സിയയും കൂട്ടി കേതൻ സ്വന്തം വാഹനത്തിൽ ലോഹഗഡ് കോട്ടയിലേക്ക് തിരിച്ചു. എന്നാൽ കോട്ടയിലെത്തിയ ശേഷം ഏതാണ്ട് 10:45 സിയ കേതന്റെ അമ്മയെ ഫോണിൽ വിളിച്ച് കേതൻ കാൽ വഴുതി കൊക്കയിലേക്ക് വീണെന്ന കള്ളക്കഥ അറിയിച്ചു. ജൂൺ 21 കേതന്റെ പിതാവും മറ്റ് ബന്ധുക്കളും അപകടസ്ഥലം നേരിട്ട് സന്ദർശിച്ചപ്പോഴാണ് സിയയുടെ മൊഴിയിൽ വലിയ അസ്വാഭാവികത തോന്നിയത്. തുടർന്നാണ് അവർ പോലീസിൽ പരാതി നൽകിയത്. സംഭവ ദിവസം സിയയുടെ ഫോൺ നിരന്തരം ബിസിയായിരുന്നതും സംഭാഷണങ്ങൾക്കിടയിൽ ചേതൻ എന്ന സുഹൃത്തിനെ കുറിച്ച് ഇടയ്ക്കിടെ പരാമർശിച്ചതും കുടുംബാംഗങ്ങളിൽ സംശയം ജനിപ്പിച്ചു. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് സിയയും ചേതനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ കഥ പുറം ലോകം അറിയുന്നത്.